നമുക്ക് അതിഥിയിലേക്ക് കടക്കാം. സ്ത്രീവേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഒപ്പം നാരായണത്ത് ഭ്രാന്തൻ എന്ന കഥാപാത്രത്തെയുമെല്ലാം അനശ്വരമാക്കി ദമാമിലെ നാടകവേദികളിൽ നിറസാന്നിധ്യമായിരുന്ന സുബീഷ് കറിയായാണ് ഇന്ന് നമ്മുടെ അതിഥിയിൽ സ്വാഗതം. എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കുട്ടിക്കാലം തൊട്ടുള്ള നാടക ആ ഒരു ഇതിനെക്കുറിച്ച് നമുക്ക് തുടങ്ങാം. 5ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് അല്ലേ നാടകരംഗത്തേക്ക് കടന്നു വരുന്നത്. ആ അനുഭവങ്ങളൊന്ന്. അതെ, 5ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായി നാടകത്തിൽ അഭിനയിക്കുന്നത്. എൻ്റെ ഒരു ഡ്രോയിങ് മാഷ് ഉണ്ടായിരുന്നു, സാബു മാഷ്. ആളാണ് എന്നെ ആദ്യമായിട്ട് നാടകത്തിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ നാടകത്തിൽ തന്നെ ഞാൻ ഒരു ബെസ്റ്റ് ആക്ടറായിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു സബ് ജില്ലാ തലത്തിൽ. പിന്നെ അവിടെ നിന്ന് എല്ലാ സ്കൂളുകളിലും ഹൈസ്കൂളിലെത്തിയപ്പോൾ അവിടെയും എല്ലാ വർഷവും നാടകത്തിൽ അഭിനയിക്കാറുണ്ടായിരുന്നു. അങ്ങനെ സ്കൂൾ തലം തൊട്ട് നാടകത്തിലേക്കുള്ള നാടകത്തിലേക്ക് കടന്നു വരികയാണ് ശരിക്കും താങ്കളുടെ ഒരു ഇഷ്ട കഥാപാത്രം, ശരിക്കും പറഞ്ഞാൽ മോണോ ആക്ടിലെ ഒക്കെ ഇഷ്ട കഥാപാത്രം നാരായണത്ത് ഭ്രാന്തനാണ്. ശരിയാണ്. അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയും. നാരായണത്ത് ഭ്രാന്തൻ എന്ന ഒരു കഥാപാത്രത്തെ എൻ്റെ മനസ്സിലോട്ട് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത് വിനു നെടുമ്പുറഞ്ചാൽ എന്ന് പറയുന്ന ഒരാളായിരുന്നു. എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ചെയ്തു തന്ന ഒരു മോണോ ആക്റ്റായിരുന്നു അത്. അപ്പോൾ അതിന് കുറേയേറെ അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നാരായണത്ത് ഭ്രാന്തനെ ഒന്ന് കാണിക്കണം. അതെ, ഈ കഥാപാത്രത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കഥാപാത്രത്തെ ഹൃദയത്തിലേറ്റിയിട്ട് കുറേ നേരത്തേക്ക് ആ കഥാപാത്രം മനസ്സിനുള്ളിൽ തങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തന്നെയാണെങ്കിലും നമ്മളിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് വന്നപ്പോൾ ഇത് കണ്ടാൽ അല്ലെങ്കിൽ ഈ ഒരു വിഷ്വൽ കണ്ടാൽ ഞാൻ പെട്ടെന്ന് അതിലേക്ക് ആയിപ്പോകും, ആ രീതിയിൽ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്ന് താങ്കൾ പറയുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ ശരിക്കും ഈ കഥാപാത്രത്തെ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരാളാണ് ശരിക്കും സുബീഷ് കറിയ എന്ന കലാകാരൻ. ശരിക്കും ആ നാരായണത്ത് ഭ്രാന്തൻ എന്നുള്ള ആ ഒരു കഥാപാത്രത്തെ ഒന്ന് പ്രേക്ഷകർക്ക് മുമ്പിലിട്ട് ഒന്ന് അവതരിപ്പിക്കാം. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ നാരായണത്ത്, പറയിപ്പറ്റ പന്തുരുകുലത്തെ രണ്ടാമൻ, വിധിയെ തോൽപ്പിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയ വരരുചി എന്ന മഹാപണ്ഡിതന്റെ മകൻ, ചിരഞ്ജീവിയായ നാരായണത്ത്. ഇതൊന്നുമല്ല, നിങ്ങൾ എന്നെ വിളിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ചുണ്ടുകളിലെ ആ പുഞ്ചിരി, അത് അതിലേക്കുള്ള ചൂണ്ട് പലകയാണ്. ഭ്രാന്തൻ, നാരായണത്ത് ഭ്രാന്തൻ. മുകളിലേക്ക് കല്ലുകൾ ഉരുട്ടിക്കയറ്റി അത് അവിടെ നിന്നും താഴേക്ക് ഉരുട്ടി വിട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ഭ്രാന്തൻ. സത്യം ഇപ്പോഴും ഭ്രാന്താണല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഉള്ളുകളിലേക്കൊന്ന് ആഴ്ന്നിറങ്ങുക. അവിടെ നുരിച്ചു പൊങ്ങുന്ന ദുരാഗ്രഹ ചിന്തകളിലേക്ക് തിരിയുക. കാമാസക്തി കൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന പിശാചുക്കളെ നിങ്ങൾക്ക് കാണാം. ശുദ്ധക്കൊതിമൂത്ത് 10,000 നിർദ്ദയം വധിക്കുന്നവരെ നിങ്ങൾക്ക് കാണാം. അവരുടെ ആസക്തി നിറഞ്ഞ ഭ്രാന്ത് നിങ്ങൾ ആരും കാണുന്നില്ല. അവിടെ നിങ്ങൾ എന്നെ ഭ്രാന്തരാക്കി. മുകളിലേക്ക് കല്ലുകൾ ഉരുട്ടിക്കയറ്റി എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ ഭ്രാന്തരാക്കി. കൂടപ്പിറപ്പുകൾ പോലും കല്ലെറിഞ്ഞോടിക്കുന്ന നാരായണത്ത്. വളരെ നന്നായിരുന്നു. ശരിക്കും ആ കഥാപാത്രത്തിൽ നിന്ന് മാറിയോ? എനിക്കിനി സംസാരിക്കാമോ തുടർന്ന്? അതോ നാരായണത്ത് ഭ്രാന്തനിൽ തന്നെ ഇന്ന് വേണം സംസാരിക്കാൻ എന്നുള്ള ഒരു ഓക്കെ അത് വളരെ നന്നായിരുന്നു. ശരിക്കും ആ ഒരു അഭിനയം, ആ എക്സ്പ്രഷനും ഫേഷ്യൽ എക്സ്പ്രഷനും ശബ്ദമെല്ലാം വളരെ ഭംഗിയുണ്ടായിരുന്നു. താങ്ക് യു. ശരിക്കും നാടക രംഗത്ത് നാട്ടിൻപുറങ്ങളിൽ തുടങ്ങിയത് ശരിക്കും പള്ളിയിലെ നാടക വേദികളിലൂടെയാണ് പിന്നീട് വരുന്നത്. അതിനെക്കുറിച്ചിട്ടാണ് അത് പള്ളിയിൽ ഞങ്ങൾ പള്ളിയുടെ വാർഷികവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയങ്ങളിൽ മാത്യു ആക്കൽ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഞങ്ങൾ നാടകം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ഞാൻ 2 നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പള്ളി ഞാൻ കണ്ണൂരുകാരനാണ്. എടത്തൊട്ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇടവക. അവിടെ അഭിനയിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും അത് ദമാമിലേക്ക് എത്തുന്നു. ദമാമിലെത്തിയ ശേഷം അവിടുത്തെ നാടകവേദിയുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹം അവിടുത്തെ സംവിധായകന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഈ ഒരു നാടകത്തിൽ ഒരു പോലീസ് വേഷമുണ്ട്, താങ്കൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ വളരെ സാന്ദർഭികമായിട്ട് താങ്കൾ ആ പോലീസ് വേഷം വേണ്ട എന്നുള്ളത് നിരസിക്കുന്നു. കാരണം പോലീസ് വേഷം ചെയ്യുന്നതിനേക്കാൾ ഉപരി തൻ്റെ മനസ്സിലുള്ളത് ആ നാരായണത്ത് ഭ്രാന്തനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കഥാപാത്രത്തെയാണ് താങ്കൾക്ക് പുറത്തേക്ക് വരേണ്ടത് എന്നുള്ള ഒരു മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് പോലീസ് വേഷത്തെ നിരാകരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. പിന്നീട് വീണ്ടും സംവിധായകൻ തിരിച്ചു വിളിക്കുന്നു. അവസാനം ആ നാടകത്തിലെ ഒരു പ്രധാന വേഷത്തിലേക്ക് വരുന്നു. എങ്ങനെയാണ് ആ ഒരു അനുഭവങ്ങൾ എന്ന് പറയും?
അജാസ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തുടക്കം എൻ്റെ ഭാര്യ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കാണുകയുണ്ടായി. ആളുടെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്ത്. അപ്പോൾ അവർ നാടകത്തിനെ പറ്റി നാടകം തുടങ്ങുന്നുണ്ട്, ഇങ്ങനെ ദമാം നാടകവേദിയാണ് തുടങ്ങുന്നതെന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ എന്നോട് ഇങ്ങനെ വൈഫ് പറഞ്ഞു, ഒന്ന് പോയി നോക്ക്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റോളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ആളെടുത്ത് ചെന്നു. അപ്പോൾ ചെന്ന് പറഞ്ഞാൽ ഓൾറെഡി നാടകം കാസ്റ്റിംഗൊക്കെ ഏകദേശം ആയി കഴിഞ്ഞു, നാടകം പ്രാക്ടീസ് തുടങ്ങി. അപ്പോഴാണ് എന്നോട് പറയുന്നത്, ഒരു ഫില്ലിങ് ഒരു ആവശ്യമുണ്ട്, ഒരു ആർട്ടിസ്റ്റിനെ വേണം, പോലീസായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പോലീസായിട്ട് ചെയ്യാൻ അത്ര നേരം താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ നിന്നു. ഞാൻ നേരം പുറത്തോട്ട് പോവുകയുണ്ടായി. അതിനുശേഷം എന്നെ തിരിച്ചു വിളിക്കുകയുണ്ടായി. ആൾ ബിസിയായിരുന്നു. ബിജു പോൾ നീലേശ്വരമായിരുന്നു എൻ്റെ ഡയറക്ടർ. ആളെന്നെ പിന്നെ തിരിച്ചു വിളിക്കുകയുണ്ടായി. തിരിച്ചു വിളിച്ച് കുറേ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാണ്ട് ഈ ഒരു നാരായണത്ത് ഭ്രാന്തൻ എനിക്ക് കാണിക്കാൻ ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞു. ഞങ്ങൾ എങ്ങനെയാണ് ശരിക്കും ആ സമയത്ത് വെച്ചാൽ അവിടെ പുറത്തുനിന്ന് വേറെ 2 പേരുണ്ടായിരുന്നു. ആളുടെ ഫ്രണ്ട്സ് ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടി എന്തോ കാര്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഞാൻ ആരാന്ന് അങ്ങനെ ചോദിച്ചപ്പം എന്നെ നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ പോയി. ഞാൻ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ കുറച്ച് കഴിയുമ്പം ഞാൻ വീട്ടിലെത്തിയിട്ടില്ല. അതിന് മുന്നേ ബിജുചേട്ടൻ എന്നാണ് ഞാൻ വിളിക്കാറ്, ബിജു പോൾ നീലേശ്വരം, എന്നെ വിളിക്കുകയുണ്ടായി. ഞാനൊരു റോൾ എഴുതി ഉണ്ടാക്കിയാൽ അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ചെയ്യാൻ പറ്റാണ്ട് എന്താണ്. അങ്ങനെയാണ് കടുവ എന്ന നാടകം ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടാണ് അവസാനവും ആദ്യമായിട്ട് എനിക്കൊരു വേഷം ആളെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അതാണ് എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് തന്നെ കഥകളിയിലേക്കും താങ്കൾ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. കഥകളിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥകളി അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അവിടെ ഒരു കലാ ടീച്ചർ ഉണ്ടായിരുന്നു. കലാ ടീച്ചറും ഷൈൻ ചേട്ടനും. അവരെൻ്റെ ഈ നാടകം കണ്ട് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ അവരെനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരാൻ വേണ്ടി എന്നെ കഥകളിയുടെ മുദ്രകൾ കുറേ പഠിപ്പിക്കുകയും അങ്ങനെ ഒരു അരങ്ങേറ്റം എന്ന പോലെ അവരുടെ കുട്ടികൾ ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുണ്ടായി. പിന്നീട് സംവിധായകൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ നിന്നും ഒരു സ്ത്രീ കഥാപാത്രത്തിലേക്ക് കടന്നു വരികയാണ്, ശിഖണ്ഡിനി എന്ന ഒരു സ്ത്രീ വേഷത്തിലേക്ക്. ശരിക്കും അത് സുബീഷ് എന്ന് പറയുന്ന കലാകാരൻ്റെ ശരിക്കും വളരെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു പെർഫോമൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശിഖണ്ഡിനി എന്നുള്ള സ്ത്രീ വേഷത്തോടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനുമുമ്പ് നമുക്ക് 4 പ്രേക്ഷകർക്ക് മുമ്പിൽ സ്ത്രീ വേഷം ശിഖണ്ഡിനിയുടെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് അതിലേക്ക് വരാം. എന്താണ് താങ്കളുടെ അവസാനത്തെ ആഗ്രഹം? ഓ എന്റെ അർദ്ധനാരീശ്വരനായ ശിവനെ, ഇരവാ. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിപ്രസ്താവന തെറ്റായാലും ശരിയെന്ന് അംഗീകരിക്കുകയില്ല നിവൃത്തിയുള്ളൂ. അതല്ല, തെറ്റാണെന്ന് പറഞ്ഞാലും എനിക്ക് വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനാവില്ലല്ലോ. എന്നാലും ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ഒരു സ്ത്രീയെ വേദനിപ്പിച്ചിട്ടില്ല, അപകീർത്തിപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾക്ക് വേശ്യാലയത്തിലായിരുന്നില്ല ജോലി? അതെ, പൂർവ്വകാലത്ത് ഒരു വേശ്യാലയത്തിന്റെ തൂപ്പുകാരി ഞാൻ ജോലി ചെയ്തിരുന്നു. അതെന്റെ മാന്യമായ ഒരു തൊഴിൽ മാത്രമായിരുന്നു. നമുക്ക് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാം. ശിഖണ്ഡിനി വേഷത്തെക്കുറിച്ച് ഒന്ന് പറയാമോ, പ്രേക്ഷകരോടൊന്ന് പറയാമോ? ശരിക്കും ശിഖണ്ഡിനി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വേഷമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ബിജുചേട്ടൻ എങ്ങനെയാണ് എൻ്റെ ബിജുചേട്ടൻ്റെ മനസ്സിൽ എൻ്റെ ഒരു രൂപം ഇതിനോട് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോടിങ്ങനെ ആദ്യം തന്നെ ഒരു ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പിക്ചർ ഇറക്കി. അതിൽ എൻ്റെ മുഖം പോലെയാണ് തോന്നുന്നതെന്ന് ആൾക്കാർ പറഞ്ഞു. എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഞാനാണ് ചെയ്യുന്നതെന്ന്. അപ്പം അങ്ങനെ അതിൻ്റെ അകത്തോട്ട് ചെയ്യിക്കുകയായിരുന്നു. തീർത്തും ഭയങ്കര ഒരു സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ആ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു 6-7 മാസം അതിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ബിജു സാറായാലും എൻ്റെ കൂടെ അഭിനയിച്ചവരായാലും എന്നെ ശരിയാക്കാൻ വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഈ ശിഖണ്ഡിനി ചെയ്യുമ്പോൾ ശരിക്കും കുടുംബത്തിൽ നിന്ന് ഭാര്യയുടെയൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും? ഓഫ് കോഴ്സ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ വൈഫ്. അങ്ങനത്തെ ഒരു റോളാണ്. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഒരിക്കലും അവൾ വായുന്നുണ്ടായിട്ടില്ല. ഞാനും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് കിട്ടിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രമേ ഞാൻ ആ വേഷത്തെ കണ്ടിട്ടുള്ളൂ. അതും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത ഒരു നാടകമാണ്. അവരനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ പുറത്തുനിന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ബിജു പോൾ നീലേശ്വരൻ ചെയ്ത ഒരു ഇനീഷ്യേറ്റീവാണ് ശിഖണ്ഡിനി എന്ന് പറഞ്ഞ നാടകം. അപ്പോൾ ഈ ശിഖണ്ഡിനി നാടകവേദിയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് നിരവധി വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തിയൊക്കെ ശേഷമാണ് നാടകവേദി ഇതൊരു വലിയൊരു ഇതായിട്ടാണ് ആ പ്രോഗ്രാം നടത്തിയത്. ശരിക്കും അതിനുശേഷം എങ്ങനെയായിരുന്നു ആ ദമാമിലുള്ള ആളുകളുടെ പ്രതികരണവും മറ്റ് സുഹൃത്തുക്കളുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഞങ്ങൾ നടത്തിയെന്ന് വെച്ചാൽ ഒരു വലിയ സംഭവമായിട്ടാണ് അത് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ദിവസം നമ്മൾ 2 ഷോയാണ് നടത്തിയത്. ഈ നാടകം ഏകദേശം 3 മണിക്കൂറുണ്ട്. അപ്പോൾ ഒരു നാടകം കഴിഞ്ഞു ഒരു അരമണിക്കൂർ പോലും ബ്രേക്ക് ഇല്ലാണ്ടാണ് നമ്മൾ അടുത്ത നാടകം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ. കാരണം അത്രയും നമുക്ക് ഓഡിയൻസ് ഉണ്ടായിരുന്നു നാടകം കാണാൻ വേണ്ടി അവിടെ. അപ്പോൾ ഒന്നിൽ കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം തന്നെ 2 നാടകം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വളരെയേറെ നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവിതത്തിലെ ആഗ്രഹം എന്താണ്? എൻ്റെ പാഷൻ ആണ് ആക്ടിങ്. എനിക്ക് അഭിനയിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ദമാമിൽ നിന്നും തിരിച്ച് ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണല്ലേ? ഇപ്പം കൊച്ചിയിൽ സെറ്റിലാണ്. അതെ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ നാടകവേദികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഇവിടെ ഇനി എങ്ങനെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതോ തിരിച്ചു പോകാനാണോ ഉദ്ദേശിക്കുന്നത്? ദമാമിലേക്ക് ദമാമിലോട്ട് പോകാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ശരിയാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം മനസ്സിലുണ്ട്. കേരളത്തിലെ നാടകവേദികളിൽ താങ്കൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതോ? കേരളത്തിൻ്റെ നാടകവേദിയിൽ ഞാൻ അത്ര ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ജയൻ തിരുമല സംവിധാനം ചെയ്യുന്ന ചാണക്യൻ എന്ന് പറഞ്ഞ ഒരു നാടകത്തിലോട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കേരളത്തിലെ നാടകം കുറച്ച് നാൾ ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പം കുറച്ചൊരു മാറ്റം വന്ന് നന്നായിട്ട് നല്ല ഡയറക്ടേഴ്സും കേരളത്തിലെ നാടകവേദികൾ ശരിക്കും ഗ്രാമീണ നാടകവേദികളെല്ലാം തന്നെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം പണ്ടുണ്ടായിരുന്ന എന്താ പറയുക ഒരു ആർട്സ് ക്ലബ്ബ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളുണ്ടായിരുന്ന ക്ലബ്ബുകളും ആ ഒരു യുവാക്കളുടെ കൂട്ടായ്മയൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആ കൂട്ടായ്മയിൽ നിന്നാണ് നാടകമൊക്കെ രൂപപ്പെട്ട് വന്നിരുന്നത്. ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്ന നാടകങ്ങൾ ഇപ്പം പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഏറ്റുന്നതിൽ പോലും ഈ നാടകങ്ങൾക്ക് പങ്കുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നാടകവേദികളെല്ലാം തന്നെ ഇപ്പോൾ മാറി. ഇപ്പോൾ ചില ഫാൻസ് അസോസിയേഷനുകൾക്ക് പിന്നാലെയൊക്കെ ആയിട്ട് മാറി. ആ രീതിയിലേക്കൊക്കെ യുവാക്കൾ മാറിപ്പോകുമ്പോൾ ശരിക്കും നാടകവേദികൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതിനെക്കുറിച്ചിട്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 ആളിൽ 10 ആൾക്കാർ പോലും നാടകം കാണാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. പക്ഷെ സിനിമ കാണാൻ ഈ 1000-ൽ 999 ആൾക്കാരും താല്പര്യപ്പെടുന്നുണ്ടാവും. അപ്പം ഈ 10 പേരുള്ള ആ താല്പര്യമുള്ളവരാണ് ഈ നാടകത്തിന് ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല കുറേ ഡയറക്ടേഴ്സും നല്ല രീതിയിലുള്ള സിനിമയെക്കാളും വെല്ലുന്ന രീതിയിലുള്ള സംവിധാനത്തിലാണ് നാടകങ്ങൾ നടക്കുന്നത് ഇപ്പം കേരളത്തിൽ. ഇപ്പം ഉയർന്നു വരുന്നുണ്ട്. നന്നായി തീരും കല. നമുക്ക് എന്തായാലും ശിഖണ്ഡിനിയിലെ കുറച്ച് ഭാഗങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. അവസാനമായി താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് സർ. അതിനു മുൻപ് ഞാൻ അണിഞ്ഞിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ മാറ്റി എനിക്കിഷ്ടമുള്ള എന്റെ മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ അണിയുക. ദമാമിലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായ നാടകമായിരുന്നു കടുവ എന്ന നാടകം. അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? കടുവയാണ് ആദ്യത്തെ നാടകം. കടുവയാണ് എന്നെ ശരിക്കും അവിടെ ചെറുതായിട്ട് എന്നെ അറിയപ്പെടുത്തുന്ന ഒരാളായി മാറ്റിയത് കടുവ എന്ന നാടകമായിരുന്നു. കടുവയിലെ ദൃശ്യങ്ങളൊന്നും കണ്ടാലോ? ആ നാടകത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ. ആടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടുപാമ്പേ
പാമ്പേ ആടാടു പാമ്പേ. രക്തം രക്തം ഒരു നിരപരാധിയുടെ രക്തം. കടുവയിലെ ഈ വേഷത്തെ കുറിച്ചിട്ട് ഒന്നും പറയാമോ? കടുവയിൽ വേഷം എനിക്ക് വല്ലാണ്ടൊരു മാറ്റങ്ങൾ ആ സമൂഹത്തിൽ വരുത്തിയിട്ടുണ്ടായ ഒരു വേഷമായിരുന്നു കടുവ എന്ന് പറയുന്ന നാടകത്തിൽ. എന്നെ ആൾക്കാർ തിരിച്ചു, അതിന് മുന്നേ ആരുമില്ല, ഞാൻ വീട്ടിലിരിക്കുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അത് കടുവ കഴിഞ്ഞപ്പോൾ ആൾക്കാർ നമ്മൾ കാണാനും കുറേയേറെ ഞങ്ങളെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മനസ്സിന് വളരെയേറെ സുഖം തന്ന ഒരു കാര്യമാണത്. കടുവയിലുള്ളത് ശരിക്കും കടുവ, ശിഖണ്ഡിനി പോലുള്ള നാടകങ്ങളാണ് ശരിക്കും ദമാമിൽ ഏറെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ? അതെ. ശരിക്കും ദമാമിൽ ഇതിനോടൊപ്പം എന്തായിരുന്നു വേറൊരു ജോലി കൂടി ഉണ്ടായിരുന്നല്ലോ? ഞാൻ അൽഷായ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ സ്റ്റോർ മാനേജറായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 10 വർഷമായിട്ട് ആ സെയിം കമ്പനിയിൽ തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പോൾ കേരളത്തിലാണുള്ളത്. അപ്പോൾ കേരളത്തിൽ ഇനിയിപ്പോൾ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? തുടർന്ന് കലയുമായി മുന്നോട്ട് പോകണം, നാടകവും സിനിമയും ഒക്കെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായും. അപ്പോൾ അതിനെല്ലാവിധ ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും തുടർന്ന് വരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിലെ നാടകവേദികളിൽ നിറസാന്നിധ്യമായിട്ട് മാറുവാനായിട്ട് സുബീഷ് എസ്കറിയ എന്ന കലാകാരന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മോർണിംഗ് റിപ്പോർട്ടറിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ചതിന് നന്ദി. പ്രതിഫലം വെച്ചിക്കാതെ നാടക പ്രവർത്തനം നടത്തിയ കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് കേരളത്തിൽ. എന്നാൽ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാമീണ നാടകവേദികൾ തിരിച്ചു വരാൻ നാട്ടിൻപുറങ്ങളിൽ നിന്നും ഒരു നല്ല ശ്രമം ഉണ്ടാകേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സുബീഷ് കറിയ എന്ന കലാകാരനിലൂടെ. സുബീഷ് കറിയ എന്ന കലാകാരൻ ഒരിക്കൽ കൂടി കേരളത്തിലെ നാടകവേദികളിൽ ശ്രദ്ധേയനാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.